അതെ, നിങ്ങൾ ഈ ഹലീം സീഡ്സ് കഴിച്ചിട്ടുണ്ടോ? പിന്നെ നമ്മൾ മലയാളികൾ ഇതിന് ആശാളിയത്തെന്നും പറയും. പിന്നെ ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞ നിങ്ങൾ ഞെട്ടും. കണ്ടിട്ട് ഇത് ഫ്ലാക്സ് സീഡിനെ പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷെ ഇത് അതല്ല. നമ്മളെ കർക്കിടക കഞ്ഞിയിലും നോമ്പഞ്ഞിയിലും ഒക്കെ ഇത് യൂസ് ആക്കാറുണ്ടെങ്കിലും പക്ഷെ അധികം ആൾക്കാർക്കൊന്നും വലിയ പരിചയം ഉണ്ടാവില്ല. റെഡ് സീഡ്, ഗാർഡൻ ഗ്രസ്, ആശാളി, ഹലീം സീഡ് അങ്ങനെ ഈ ഒരു ചെറിയ സാധനത്തിന് വിളിക്കാത്ത പേരൊന്നുമില്ല. കാരണമുണ്ട്. ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാൻ, വെയിറ്റ് ലോസ്, ഡൈജഷൻ, സ്കിൻ ഹെൽത്ത്, അതുപോലെ ഈ സ്ത്രീകളുടെ മെൻസ്ട്രൽ സൈക്കിൾ കറക്റ്റ് ചെയ്യാൻ, ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ, അതിനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത്രയൊക്കെ പോരെ, 2 സ്പൂൺ ഹലീം സീഡ് 10 മിനിറ്റ് വെള്ളത്തിലിട്ട് ശർക്കരയും പാലും ചേർത്ത് തിളപ്പിച്ചെടുത്ത് ചൂടോടെ അങ്ങ് സേവിക്കാം. പിന്നെ ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നാണെങ്കിൽ നമ്മൾ കട്ടയ്ക്ക് ഫോളോ ചെയ്യണ ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, അവർ ഷെയർ ചെയ്ത റെസിപ്പിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ടും കഴിക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കുടിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേറെ റെസിപ്പികളുണ്ട്. ലഡു ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറ, എന്നിട്ട് ഞാൻ ഉണ്ടാക്കാം. അപ്പൊ ശരി, നമുക്ക് പിന്നെ കാണാം.